കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇറാനും അമേരിക്കയുമായിട്ടുള്ള യുദ്ധത്തിന്റെ വെടിനിർത്തൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത് നാളെ അവസാനിക്കുന്നു. ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ട്രംപ് എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ രീതിയിൽ അദ്ദേഹം ഇന്ന് പുറമെ വന്നിരിക്കുകയാണ്, ഞാൻ വെടിനിർത്തൽ നീട്ടുന്നു. അപ്പോൾ പലരും പറയുകയുണ്ടായി ഇത് അസീം മുനീറിന്റെ സ്വാധീനമായിരിക്കും, അസീം മുനീറാണ് അദ്ദേഹത്തിനെ ഇത് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരു പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. പലരും പറയുന്നു ഇറാൻ ഇവിടേക്ക് വരുന്നുണ്ട്, ഇസ്ലാമാബാദിൽ വരുന്നുണ്ട്, ട്രംപ് തന്നെ ഇസ്ലാമാബാദിൽ പോകുന്നു പറഞ്ഞു, JD വാൻസ് പോകുന്നു പറയുന്നു. ആർക്കും ഒന്നും അറിയില്ല എന്താ സംഭവിക്കണേ ഇറാന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി. എന്നാൽ ഈ വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെയുള്ള മിഥുൻ. അപ്പം നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം എന്താണ് ഇതിൻ്റെ വാസ്തവം, എന്താണ് ഇറാൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത്, ട്രംപ് എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് മിഥുനോട് ചോദിച്ചറിയാം. മിഥുൻ, എന്താണ് ഈ വെടിനിർത്തൽ നാളെ അവസാനിക്കുകയാണ്? അതായത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇറാനും അമേരിക്കയും പാകിസ്ഥാനിലും ചർച്ച നടത്തിയല്ലോ. അതിനെപ്പറ്റി തെറ്റായുള്ള വാർത്തകളാണ് മാധ്യമങ്ങൾ കൊടുക്കുന്നത്. അതായത് ഇറാൻ ഡേയിൽ നിന്ന് പിന്മാറി, ട്രംപ് തോറ്റു പിന്മാറി, JD വാൻസ് ഇസ്ലാമാബാദിൽ പോയി പട്ടിചന്തയ്ക്ക് പോയ പോലെ തിരിച്ചു പോകുന്നുള്ള ശരിയല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അല്ലേ പല മാധ്യമങ്ങളും. കേരളത്തിലെ പല മാധ്യമങ്ങളും ഇറാൻ തോറ്റു പിന്മാറി, അല്ല ഇറാൻ ജയിച്ചു പിന്മാറി എന്നുള്ള ആരോപണങ്ങളൊക്കെ. ഇവിടെ നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല ഈ ഡീൽ എന്ത് സംഭവിച്ചു എന്ന്. എന്തിനാണ് അമേരിക്ക ഇസ്ലാമാബാദിൽ പോയിരിക്കുന്നത്? അതായത് ട്രംപ് അല്ല, ഈ ഡീലിനെ ട്രംപ് ഒരു അവസരമാക്കി ഉപയോഗിച്ചു. അതായത് ഈ ചർച്ചയിൽ ഇറാനെ അഭിമുഖീകരിച്ചു സ്പീക്കർ, അതായത് അദ്ദേഹം ഒരു എക്കോണമിക് ഫാക്ഷൻ, അത് ഈ രാജ്യം മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പെഷഷ്കിയാനും അതിന്റെ സ്പീക്കറും ഒക്കെ അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ബാഗർ ഖലിദാഫ് എന്നതിന്റെ പേര് കേട്ടോ. അദ്ദേഹം ട്രംപിനോട് ആവശ്യപ്പെട്ടു ഫ്രൈഡേ, അത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി വരെ ഏകദേശം ഉറപ്പായിരുന്ന ഡീല്, സൈനായിട്ടില്ല, ഉറപ്പായിരുന്നു. അദ്ദേഹം JD വാൻസിനെ കാണുമ്പോൾ എന്താ പറഞ്ഞിരുന്നത് വെച്ചാൽ, നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന എല്ലാ ആവശ്യങ്ങളും സുപ്രീം ലീഡറുടെ അടുത്തേ കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചുപോയി. അതായത് ഉദ്ദേശം അവിടെ വെച്ച്. പക്ഷെ എന്ത് സംഭവിച്ചു? അദ്ദേഹം ആ നിമിഷം ഒരു ഗെയിമിൽ നിന്ന് ഔട്ടാക്കി. ഇറാനിലെ ജനറൽമാർ 2ആയി തിരിഞ്ഞിരിക്കുകയാണ്. ഇതാരും പറയുന്നില്ല. 2ആയി തിരിഞ്ഞു എന്ന് പറയുമ്പോൾ ഏത് വിഭാഗം? 2 ശക്തികൾ. ഒന്ന് എക്കോണമിക് ഫാക്ഷൻ, അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ എണ്ണ കയറ്റുമതി ചെയ്യുന്ന 4ാമത്തെ വലിയ രാജ്യമാണ്. ഈ പറഞ്ഞ 2ആയി ജനറൽമാർ 2 ഫാക്ഷൻ. എക്കോണമിക് ഫാക്ഷനിൽ ആഗ്രഹം എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യുക, ഓയിൽ സ്മഗിൾ ചെയ്യുക, കൺസ്ട്രക്ഷൻ ബിസിനസ്, നമ്മുടെ നാട്ടിലെ ഊരാളുകളൊക്കെ പോലെ ബിസിനസ് ചെയ്യുക, അങ്ങനെ നടത്തി മുന്നോട്ട് പോവുക. അപ്പൊ അങ്ങനെയുള്ള അവരുടെ ആവശ്യം എന്നൊരു ബ്ലോക്കേഡ് നീട്ടുക. ഓക്കെ, അതിനെയാണ്, ആ ഫാക്ഷനെയാണ് സ്പീക്കറായിട്ടുള്ള ഖലിദാഫ് എന്ന് പറയുന്ന വ്യക്തി എവിടെ വന്ന് ഇസ്ലാമാബാദിന് ഫേസ് ചെയ്തായി. എക്കോണമിക്, അത് കൺസ്ട്രക്ഷൻ, പണം വിറ്റ് കാശ് വാങ്ങുക, അത്രയുള്ളൂ. രണ്ടാമത് ഒരു ഹാർഡ് ലൈൻ മിലിറ്ററി വിങ്, IRGസിന്റെ ഫാക്ഷൻ, മിലിറ്ററി ഫാക്ഷൻ. ഓക്കെ, അവരെന്ന് പറയുന്നത് മിസൈൽ ഉണ്ടാക്കുക, പ്രോക്സിസ് ഉണ്ടാക്കുക, വെപ്പൺ പ്രോഗ്രാംസ്. അവർക്ക് ഡീല് വേണ്ട, മനസ്സിലാക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഡീൽ വന്നു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് ഇൻസ്പെക്ഷൻ ആയിരിക്കും. എന്ത് ഇൻസ്പെക്ഷൻ? മറ്റേ മിസൈലിന്റെ ഇൻസ്പെക്ഷൻസ് ഉണ്ടാകും, ബലിസ്റ്റിക് പ്രോഗ്രാം ഉപേക്ഷിക്കേണ്ടി വരും. രണ്ടാമത് പറഞ്ഞത് എന്താണ്? ന്യൂക്ലിയർ ഇൻസ്പെക്ഷൻ വേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ തലവന്റെ പേര് അഹമ്മദ് വഹീദി, അവരാണ് ഇപ്പോൾ സുപ്രീം ലീഡറിന്റെ തൊട്ടടുത്തിരിക്കുന്നത്. അതായത് മറ്റേ എക്കോണമിക് വിങ്ങിന് ലീഡറായിട്ട് മുഹമ്മദ് ഖലീഫിനെ ആ പിക്ചറിൽ നിന്ന് പുറത്താക്കി. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ സംബന്ധിച്ചാല് കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് ഇതാണ് ട്രംപ് വെറുതെ സ്പ്ലിറ്റ്, അതായത് അവർ സ്പ്ലിറ്റ് ആക്കി മാറ്റി. ട്രംപ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇറാനിലെ എക്കോണമിക് ഫാക്ഷന് ഒരു അവർക്ക് അട്ടിമറിക്ക് ഒരു അവസരം കൊടുത്തിരിക്കുകയാണ്. അതായത് ബാങ്ക് കാലിയായി തുടങ്ങി. ശരിയാണോ വെക്കാൻ പറ്റുന്നില്ലല്ലോ. കാർഗ് ഐലൻഡിൽ നിന്നും എണ്ണ വിൽക്കാൻ വരുന്നില്ല. എണ്ണ പോകാനായിട്ട് അവിടെ ഒരു ബ്ലോക്കേഡ് ഉപരോധം അമേരിക്കൻ സൈന്യം തന്നെ നിർമ്മിച്ചിരിക്കുകയാണ്. ഇവര് പറഞ്ഞു ഹോർമുസ് ഇവരുടെ കയ്യിലാണെന്ന് പറഞ്ഞു. അതിലും വലിയൊരു വിസ്താരമുള്ള ഒമാൻ കടലൊടുക്ക് വഴിയുള്ളത് അവര് ബ്ലോക്ക് ചെയ്തു. അപ്പൊ ട്രംപിന്റെ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രു സ്വയം നശിക്കുകയാണെങ്കിൽ എന്തിന് ബോംബുകൾ പ്രയോഗിച്ച് കാശ് കളയുന്നു? ട്രംപിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എക്കോണമിക് ഫാക്ഷൻ ആ ഒരു ശക്തിക്ക് അവർക്ക് ഒരു അവസരം, ഒരു വിൻഡോ കൊടുക്കുകയാണ്. ഹാർഡ് ലൈനേഴ്സ് ആണ് മുന്നോട്ട് വരുന്നെങ്കിൽ ബ്ലോക്കേഡ് ചെയ്യും. ഇവഞ്ച്വലി അതൊരു അടിയിൽ തന്നെ അവസാനിക്കും.
എക്കോണമിക് ഫാക്ഷൻ തിരിച്ചു വന്നാൽ അവരിപ്പോൾ തിരിച്ചു ഒരു മറ്റേ സുപ്രീം ലീഡറുമായി സംസാരിച്ച് മുഹമ്മദ് ഖലീഫ് പറയുകയാണ് ഞാൻ വരികയെന്ന് പറയുമ്പോൾ ഒരു ഡീല്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് നടന്ന ചർച്ച മാറ്റി വെച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇറാൻ ആരുടെ പിടിയിലാണ്? ഹാർഡ് ലൈനേഴ്സിന്റെ പിടിയിലാണ് ഇറാൻ കയ്യിലുള്ള. അവർക്ക് ചർച്ചകൾ വേണ്ട, ഡീല് വേണ്ട, ഒന്നും വേണ്ട. അവർക്ക് ഇത് മാത്രം മുന്നോട്ട് വന്നു. ഇപ്പൊ ഇന്നലെ ട്രംപ് കാണിച്ചെന്ന് പറയുന്ന മറ്റേ ടൂസ്കോൺ എന്ന് പറയുന്ന കപ്പൽ എന്ന് പറയുന്നത് അതൊരു ഷിപ്പല്ല, അത് കണ്ടെയ്നറാണ്. ആ കണ്ടെയ്നർ എന്താണെന്ന് ലോകം മുഴുവൻ മനസ്സിലാക്കിയിരിക്കണം. കെമിക്കൽ വെപ്പൺ എന്തിനു വേണ്ടിയുള്ളതാണ്? ബലിസ്റ്റിക് മിസൈലുകൾ നിറയ്ക്കാനുള്ള ശേഖരമുള്ള രാസപദാർത്ഥങ്ങളാണ് ഈ പറഞ്ഞ ഉണ്ടായിരുന്നത്. അതാണ് മറ്റേ തുള വെച്ച് അടിച്ച് അവിടെ ഇട്ടിട്ട് പോയിരിക്കുന്നത്. കാരണം അപ്പൊ ഇതൊരു ഗെയിം. അതായത് ഇപ്പോൾ ബോർഡ് ഇരിക്കുന്നത് ഇറാന്റെ കാര്യം ട്രംപ് ഇട്ട് കൊടുത്ത് ഇതൊന്നും പറയാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല. കാരണം അവർക്ക് പറയുന്നത് വേറെ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? വിക്ടർ ഭായി പറഞ്ഞോളൂ, എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? അവര് ആഴത്തിൽ പഠിക്കുന്നത് പലപ്പോഴും വിദേശ മാധ്യമങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങളിൽ നിന്നോ വടക്കു നിന്നുള്ള ടൈംസ് ഓഫ് ഇന്ത്യ, നമ്മൾ പലപ്പോഴും അതിനെ പരിഭാഷപ്പെടുത്തി നേരെ കൊടുക്കുന്ന മാധ്യമങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇതിനെ പഠിക്കാതെ, അതായത് നമ്മൾ ഇതിനൊരു റിസർച്ച് നടത്തണം. ഓരോ മിനിറ്റിലും വരുന്ന വാർത്തയെ കുറിച്ച് നമുക്ക് ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. അതിന്റെ ചരിത്രവും വ്യാപ്തിയും എന്താണ് ഇതെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ആ ഒരു ക്ഷമ അവർക്കില്ല. അവരെന്തോ വിളിച്ച് പറയുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, നേരെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, വിളിച്ച് പറയുന്നു എന്നുള്ളതാണ് നമ്മുടെ മലയാള മാധ്യമങ്ങളുടെ ഒരു ശാപമാണ്. ചെറിയൊരു ഭാഷയിൽ ഒതുങ്ങി കൂടുന്നു എന്നുള്ളതിന്റെ. പിന്നെ താങ്കൾ പ്രതിപാദിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൊജദാബ ഖമേനി, അദ്ദേഹം സുപ്രീം ലീഡർ, അദ്ദേഹത്തിന്റെ മകൻ അയത്തുള്ള അലി ഖമേനിയുടെ മകൻ. അപ്പൊ ഇദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ മുഖം വികൃതമായിരിക്കുന്നു എന്നാണ് പുറത്തുമേ വന്നിരിക്കുന്ന ഒട്ടുമിക്ക റിപ്പോർട്ടുകളും. അദ്ദേഹം റഷ്യയിൽ ചികിത്സയിലാണെന്ന് പോലും പറയുന്നവരുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ് ഈ ചർച്ചയ്ക്കുള്ളതിന്. താങ്കൾ പറഞ്ഞു അവിടെ 2 ഹാർഡ് ലൈനേഴ്സ് ഉണ്ട്. മിലിറ്ററിയുടെ ഇത് ഞാൻ മുമ്പ് എന്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു. IRGCയുടെ ഒരു കമാൻഡ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പസഫിക് അണ്ടറിൽ രാഷ്ട്രീയ നേതൃത്വം അതിന്റെ ഇതിൽ നടക്കുന്നു എന്നുള്ളത്. ഇപ്പൊ താങ്കൾ പറഞ്ഞത് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ആരോട് ചർച്ച ചെയ്യും? IRGSോട് ചർച്ച ചെയ്യോ അതോ പസഫിക്കിന്റെ അണ്ടറിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തോട് ചർച്ച ചെയ്യുക എന്നുള്ളതൊരു വലിയ ഘടകമാണ്. ഇവര് കഴിഞ്ഞ തവണ പോയി വന്നവരെ ഞാൻ പറയുന്നത് ചിലപ്പോ അവര് വധിക്കും. IRG നിങ്ങളോട് അദ്ദേഹത്തിന് വിവരമില്ല. അത് സ്പീക്കർ ആയിട്ടുള്ള മുഹമ്മദ് വഹീദിയെ പറ്റി അത് അബ്ബാസ് അറാഖ്ജിനെ ഒരു വിവരവും ഇല്ലെന്ന് പറയുന്നത്. ഇപ്പൊ ഇന്നിപ്പോ അവസാനം ഒരുപാട് നാളെ മാധ്യമങ്ങൾ പറയും, അതായത് ട്രംപ് വെടിനിർത്തൽ മുന്നോട്ട് നീട്ടി എന്ന് പറയും. ഇത് നീട്ടാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷെറീഫ് അദ്ദേഹം ഒരു റിക്വസ്റ്റ് വെച്ചു, അതായത് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. കാരണം ഒരു നേവൽ ബ്ലോക്കേഡ് തൽക്കാലം തുടരുക, ഒന്ന് ഹോൾഡ് ചെയ്യുക സ്ട്രൈക്ക്. അദ്ദേഹം ഒരുപക്ഷെ പാകിസ്ഥാൻ ഇന്ത്യയുടെ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ശത്രു രാജ്യം പോലെയാണ്. ശത്രു രാജ്യത്ത് തലപ്പത്തുള്ള ഒരു സൈനിക നേതാവാണെങ്കിൽ കൂടി ട്രംപുമായിട്ടുള്ള വ്യക്തിബന്ധം വെച്ചിട്ട് അമേരിക്ക പോലും അദ്ദേഹത്തോട് പറഞ്ഞ അദ്ദേഹത്തിന്റെ നമ്പരുതെന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം ആവുന്നത്ര ഈ യുദ്ധത്തിന് ഒഴിവാക്കാൻ അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് അറിയില്ല. ഒരു പക്ഷേ ട്രംപ് എന്ന വ്യക്തിയായ സുഹൃത്തിനെ രക്ഷിക്കുക എന്ന് പല മാധ്യമങ്ങളും ഇപ്പൊ നമ്മളിപ്പോ ഇതിനകത്ത് വേറെ കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. മെയിൻ പോയിന്റ് ഇറാന്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് അവരുടെ കടലിടുക്ക് ഹോർമുസ് അവർക്ക് തിരിച്ചു അവരായിരിക്കും കൺട്രോൾ ചെയ്യാൻ പോകുന്ന അവർ പറയുന്നു. ഓക്കെ, ബലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാംസ് അവർക്ക് വേണമെന്ന് പറയുന്നു. പിന്നെ ലെബനൻ മുഖേന ലെബനനായി ബന്ധപ്പെട്ട എന്തും ഇറാൻ വേണം കൈകാര്യം ചെയ്യാമെന്ന് പറയുന്നു. ഇതൊന്നും ഒരു കാരണവശാലും ഇസ്രായേൽ അംഗീകരിക്കാൻ പോകുന്നില്ല, UAE അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം ഹോർമുസ് എന്ന് പറയുന്ന ആ കടലിടുക്ക് ഇറാന്റെ പൂർണ്ണമായിട്ട് നിയന്ത്രണത്തിൽ വന്നു കഴിഞ്ഞാൽ GCC രാജ്യങ്ങളെ അവസ്ഥ എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുക? നമ്മൾ ഇന്നലെ പ്രതിപാദിച്ച വിഷയം, അതായത് 40 ലക്ഷം ജീവിക്കുന്ന മലയാളികൾക്ക് അത് ഈ അന്നം റൊട്ടി കിട്ടാത്ത രീതിയിൽ വരും. പിന്നെ നമ്മൾ ഇതിൽ വേറൊരു ഘടകം കൂടി ഞാൻ ഇതിലേക്ക് കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇതിനെല്ലാം ഒരു മൂകസാക്ഷി, നിശബ്ദ സാക്ഷിയായിട്ട് നിൽക്കുന്ന ഒരു ഇതാണ് ഐഡന്റിറ്റിയാണ് ഇസ്രായേൽ. ഇവർ നോക്കിയിരിക്കുന്ന ഈ ചർച്ചകൾ എവിടേക്കാ പോണേ, എന്ത് സംഭവിക്കും? കാരണം അവർക്ക് ഇനിയൊരു ചാൻസും കൂടി അല്ല, ഇത് അവസാനത്തെ ലാസ്റ്റ് ബസ്സാണ്. അത് ഇപ്പൊ നമ്മള് ചർച്ച ചെയ്ത് പറഞ്ഞു 47 വർഷത്തിൽ ഇവർക്ക് കിട്ടിയിരിക്കുന്ന അവസാനത്തെ ചാൻസ് ആണ്. അവസാനത്തെ ചാൻസ് ആണ്. കാരണം ഇനിയൊരു ട്രംപ് എന്ന് ജനിക്കും. 82 വയസ്സായ ട്രംപ് ഉണ്ട്. ഇനിയൊരു ട്രംപ് ജനിച്ചു വന്നാൽ മാത്രമേ, കാരണം ഒബാമ, ബുഷ്, റീഗൻ, ഗീഗൻ എല്ലാവരും വന്നു പോയിട്ടുണ്ട്. ക്ലിന്റൺ, ബൈഡൻ, മോഡി പോലെ ഒരാൾ വരുമോന്നല്ലേ? മോഡിയോ നെത്തിനാഹു അല്ലല്ല, മോഡി, നെത്തിനാഹു, ട്രംപ്
വേറെ വിസ്മയാണ്. വേറെ വിസ്മയാണ്. വിസ്മയാണ്. മറ്റേ മീഡിയ വണ്ണില് താലിബാൻ വിസ്മയം എന്ന് പറഞ്ഞ വിസ്മയാണ്. അപ്പൊ ഈ വിസ്മയം മൂന്നും കൂടി വരുമ്പോഴും ഇപ്പൊ പുടിൻ വേണമെങ്കിൽ പറയും കലക്കിക്കോ എന്ന് ഒളിച്ചിരുന്ന് പറയും. ഇന്റലിജൻസ് ഒക്കെ ഉണ്ടാവും, അവർ തമ്മിൽ ധാരണകളുണ്ടാവും ഇറാനായിട്ട്. അതല്ലെങ്കിൽ ചൈന രക്ഷിക്കോ, ചൈന രക്ഷിക്കോ. അപ്പൊ ഇത് ഇസ്രായേൽ ഒരു മൂകസാക്ഷിയാണ്. ഒന്ന് ജസ്റ്റ് കാത്തുക്കാണ്, ഒന്നില്ലെങ്കിൽ അണുവായുധം അങ്ങോട്ട് വിട്ടുകൊടുക്കുക, ഹോർമസ് തുറക്കുക, ഒപ്പം ഇറാന്റെ മേലെ പിന്നെ അവർ സ്വാധീനം ചെലുത്താം. കാരണം മൊസാഡ് അവിടെ വെതച്ചേക്കാണ് മൊസാഡിനെ ഇതിനുള്ളിൽ, ഇറാന്റെ ഉള്ളിൽ. പക്ഷെ ഒരു കാര്യം നമ്മള് എതിർപക്ഷത്ത് നമ്മള് ഒരു ഇതില് പറയണം, അതായത് സത്യത്ത് പറയുന്നത് ഇറാന്റെ മിലിറ്ററിക്ക് ഒന്നും പറ്റിയിട്ടില്ല. ഇറാന്റെ മിലിറ്ററിക്ക് ഒന്നും പറ്റിയിട്ടില്ല. 6 ലക്ഷം മിലിറ്ററി ഉണ്ട് അവിടെ. കൂടുതൽ കൂടി വന്ന ചത്തുപോയേക്കുന്നത് 10,000 വ്യക്തികൾ, ആൾക്കാർ, സിവിലിയൻസും മിലിറ്ററിയും താല്പര്യത്തും കൂടിയിട്ട് ഈ 6 ലക്ഷം മിലിറ്ററി നിൽക്കാണ്. അപ്പോ ട്രംപിനും ഇത് നിർത്തിയേ പറ്റൂ, അല്ലെങ്കിൽ ട്രംപ് പെടും. ഗ്രൗണ്ടിൽ ആളിറക്കിയ അവർ കെണി വെച്ചേക്കാണ്, അവരുടെ ഭൂമിയാ. ട്രംപ് എന്ന് പറയുന്നത് ടോപ്പ് നെഗോഷിയേറ്റർ ആണ്. ട്രംപ് ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഒരു നടപടികൾ കാരണം അദ്ദേഹത്തിന് അറിയാമെന്ന് പറയുന്നത് ബ്ലോക്കേഡ് പോലെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ഇല്ല. കാരണം സ്റ്റാർവിംഗ് ബാങ്ക് അക്കൗണ്ടുകൾ, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അതായത് ഏകദേശം $90 മില്യൺ എണ്ണ വിറ്റുകൊണ്ടിരുന്ന രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. 90 ഒരുപാട് പറയുന്നത് കാസ്പിയൻ സീക്രട്ട് കടത്തിവിടാന്നൊക്കെ ശുദ്ധ അസംബന്ധം മാത്രമാണ്. $90 മില്യൺ എണ്ണ വിറ്റുകൊണ്ടിരുന്ന രാജ്യമാണ് ഇറാൻ. ടുഡേ അവർക്ക് ഇന്ന് സാധിക്കുന്നില്ല. ബ്ലോക്കേഡ് എഫക്റ്റീവായിട്ട് ഒന്നുമില്ലാത്ത സംഭവമല്ല. ഇന്ന് അവസാനിപ്പിക്കുന്ന പറയുകയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യൂണിഫൈഡ് സൊല്യൂഷൻ. അദ്ദേഹം പറയുന്നത് നിങ്ങൾ തിരിച്ചു പോയിട്ട് ഇറാനിൽ പോയിട്ട് യൂണിഫൈഡ് ഒരുമിച്ച് തിരിച്ചു വരും. അവിടെ ഹാർഡ് ലൈനേഴ്സോ എക്കോണമിക് വിങ്, വി ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്, വി നീഡ് എ ഡീൽ. ഡീലോ അല്ലെങ്കിൽ നോ ഡീലോ അത് യൂണിഫൈഡ് ആക്കി എടുക്കുക, ഒരുമിച്ച് എടുക്കുക. അതല്ലാതെ പക്ഷെ അതാ നമ്മൾ പറയുന്നത്. പക്ഷെ ട്രംപിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇവരെ അത് പിളർത്തുക, കേരള കോൺഗ്രസ് പോലെ അല്ലേ. പിളർത്തല്ല. ട്രംപ് ഇപ്പൊ വെനസ്വേലയിൽ എന്താ ചെയ്തേ? അദ്ദേഹം ചെന്നു 45 മിനിറ്റ് അവിടുത്തെ തലേനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് വന്നു. അവിടുത്തെ അപ്പുറത്തെ താഴെ വെക്കുന്ന ട്രേസി റോഡ്രിഗസ് ഭരിച്ചോളം പറഞ്ഞു. CA എന്നിട്ടൊരു ബ്രീഫിംഗ് കൊടുത്തു. നീ ഞങ്ങളുടെ ആള്, പത്രം എണ്ണയുടെ വിഹിതം എന്തൊക്കെ ആർക്കൊക്കെ വെക്കണമെന്ന് പറയാം. $550 മില്യൺ എണ്ണ അപ്പൊ തന്നെ മോഡിയോട് വിളിച്ച് പറഞ്ഞ അവിടെ നിന്ന് വാങ്ങിക്കോളാം എന്തായാലും ശരി, അടുത്തൊരു വാർത്തകളാണ് തിരിച്ചു വരാൻ പറ്റും. താങ്ക് യു ഫോർ ദ ഇൻപുട്ട്.